അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1328. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മാ അമർതുക്കും ബിഹി ഫഖുദു വമാ നഹൈതുക്കും അൻഹു ഫന്തഹു. മാ അമർതുക്കും ബിഹി ഫഖുദു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് എന്താണോ അത് ഫഖുദൂഹു, നിങ്ങൾ സ്വീകരിക്കണം, അത് അംഗീകരിക്കണം, അത് നിങ്ങൾ എടുക്കണം. വമാ നഹൈതുക്കും അൻഹു ഫന്തഹു, ഞാൻ നിങ്ങളോട് എന്തൊക്കെയാണോ വിരോധിച്ചത്, ചെയ്യരുതെന്ന് പറഞ്ഞത്, അത് നിങ്ങൾ ചെയ്യരുത്, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ഇതാണ് യഥാർത്ഥ ഈമാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് കൽപ്പിച്ചോ അത് മുഴുവനും സ്വീകരിക്കാം. അത് യുക്തിയുടെയും മറ്റും പിന്നിൽ പോയി അതിൻ്റെ കാരണം കണ്ടെത്താനോ മറ്റൊന്നും നമ്മൾ പോകരുത്. അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ വിശദ വിവരം എന്താണ്, മുത്തുനബി സല്ലല്ലാഹു തങ്ങൾ എന്താണോ നമ്മോട് കൽപ്പിച്ചത് അത് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറാവണം. അവിടുന്ന് വർജിക്കാൻ പറഞ്ഞതൊക്കെ ഒഴിവാക്കണം. ഇതാണ് ഈമാൻ. ഇത് തന്നെയാണ് തഖ്വക്ക് മഹത്തുക്കൾ നൽകിയ നിർവചനവും ഡെഫിനിഷനും ഇത് തന്നെയാണ്. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും വഴിപ്പെടുക, അനുസരിക്കുക. വജ്തിനാബു നവാഹി, അള്ളാഹു വിരോധിച്ചതൊക്കെ ഒഴിവാക്കുക. ഇതൊരു മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാവേണ്ടതാണ്. അവനാണ് യഥാർത്ഥ വിശ്വാസി, അവനാണ് മുത്തഖി, തഖ്വയുള്ളവൻ എന്ന് പറയുന്നത്. കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായും നമ്മൾ എടുക്കണം. വർജിക്കാൻ പറഞ്ഞത് പൂർണ്ണമായും വർജിക്കണം. അത് ചെയ്താൽ എന്താ പ്രശ്നം, അത് ചെയ്തതുകൊണ്ട് എന്താ കുഴപ്പം എന്നൊന്നും നമ്മൾ ചോദിക്കരുത്. ഇതൊക്കെ അപകടമാണ്. അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത് എന്ന് തന്നെ. അത് പിന്നെ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കരുത്, അത് അപകടം ചെയ്യും. അപ്പോൾ ഈ രൂപത്തിൽ യഥാർത്ഥ വിശ്വാസികളാവും. കൽപ്പിച്ചത് പൂർണ്ണമായും എടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. വർജിക്കാൻ പറഞ്ഞത് മുഴുവനും വർജിക്കണം. അള്ളാഹു ആ രൂപത്തിൽ അചഞ്ചലമായ വിശ്വാസവും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.